السلام عليكم أهلا وسهلا بكم يا أصدقاء الصغار كيف حالكم പ്രിയപ്പെട്ട മക്കളെ എല്ലാവർക്കും സുഖമല്ലേ? നമ്മളിന്ന് 8ാം ക്ലാസ്സിൻ്റെ അറബി ടെക്സ്റ്റ് ബുക്കിലെ പേജ് 14, 15, 16 ഇന്ന് നമ്മൾ നോക്കുന്നത്. വളരെ എളുപ്പത്തിലുള്ളൊരു ഭാഗമാണ്. മുഴുവൻ കാര്യങ്ങളും നമുക്ക് വളരെ എളുപ്പത്തിൽ മനസ്സിലാക്കാം. ഇൻഷാ അല്ലാഹ് നമുക്ക് പാഠഭാഗം ഒന്ന് വായിച്ചു നോക്കാം. ഇവിടെ നമുക്കൊരു ഇൻ്റർവ്യൂ ആണ് കൊടുത്തിരിക്കുന്നത്. നമ്മുടെ ഫൗസാനും അരീഫുൽ മദ്രസ സ്കൂൾ ലീഡറും തമ്മിലാണ് ഒരു ഇൻ്റർവ്യൂ നടക്കുന്നത്. നമ്മൾ തൊട്ട് മുമ്പത്തെ പാഠഭാഗത്തിൽ ഒരു പോസ്റ്റർ കണ്ടിട്ടുണ്ടായിരുന്നു. ഫൗസാൻ അവൻ പഠിച്ച സ്കൂളിലേക്ക് വർഷങ്ങൾക്ക് ശേഷം വരികയാണ്. അവനെ ആദരിച്ചുകൊണ്ടുള്ള ഒരു ചടങ്ങ് അവിടെ നടക്കുന്നുണ്ട്. അതിലുള്ള ഒരു പ്രധാനപ്പെട്ട പ്രവർത്തനമാണ്, ഒരു പരിപാടിയാണ് കുട്ടികളും ഫൗസാനും തമ്മിലുള്ള അഭിമുഖ സംഭാഷണം. ആ സംഭാഷണമാണ് നമുക്കിവിടെ കൊടുത്തിരിക്കുന്നത്. നമുക്ക് ഹെഡിങ് ഒന്ന് നോക്കാം. മഅാലി സഫീർ. കൂടെ മഅാലി സഫീർ, ബഹുമാന്യനായ അംബാസഡർ. അപ്പം ബഹുമാന്യനായ അംബാസഡറോടൊപ്പം ഹിവാർ വായിക്കാം. അരീഫുൽ മദ്രസ മർഹബൻ ബിക്കും യാ സയ്യിദി. ഫൗസാൻ ഹയ്യാക്കുമുല്ലാഹ് വബയ്യാക്കും. അരീഫുൽ മദ്രസ ലൗ സമഹ്തും നർജു മസീദൻ മിന തഫാസീൽ അൻ ഹയാത്തിക്കും. ഫൗസാൻ തബഅൻ ബികുല്ലി സുറൂർ. അരീഫുൽ മദ്രസ മതാ തഖറജ്തും മിൻ ഹാസിഹിൽ മദ്രസ. ഫൗസാൻ قبل 10 سنوات. അരീഫുൽ മദ്രസ മിൻ ഫളിക്കും അഫീദൂന ബിഅയ്യാമി ദിറാസത്തിക്കും. ഫൗസാൻ കാനത്ത് തിൽക്കൽ അയ്യാമു മലീഅതൻ ബിതഹദ്ദിയാത്തിൻ. അരീഫുൽ മദ്രസ മാഹിയ തഹദ്ദിയാത്ത്. ഫൗസാൻ നശഅതു യതീമൻ ഐശ്തു മഅ ഉമ്മി ഫിൽ ഫഖ്രി വൽ ഫാഖ. അരീഫുൽ മദ്രസ കൈഫ തഅല്ലബ്തും അലൈഹ. ഫൗസാൻ ഉമ്മി അൽ ഹനൂൻ കാനത്ത് ദഅമി അൽ വഹീദ് ഹിയ അല്ലതി സാഅദത്നി ലിമുവാജഹത്തി തഹദ്ദിയാത്ത്. അരീഫുൽ മദ്രസ മാ നസീഹത്തുകും ലിത്വലബ. ഫൗസാൻ അലൈക്കും ബിൽ ജിദ്ദി വതാഅത്തിൽ വാലിദൈൻ. അരീഫുൽ മദ്രസ ശുക്രൻ ജസീല. ഫൗസാൻ അഫ്വൻ. ഇത്രയാണ് നമ്മുടെ പാഠഭാഗത്ത് കൊടുത്തിരിക്കുന്നത്. ചെറിയൊരു സംഭാഷണമാണ്. നമുക്കതിൻ്റെ അർത്ഥത്തിലേക്ക് പോകാം. അരീഫുൽ മദ്രസ എന്ന് പറയുന്നത് സ്കൂൾ ലീഡറാണ്. ഫൗസാൻ നമ്മുടെ പാഠഭാഗത്ത് നമ്മൾ പരിചയപ്പെട്ട ഫൗസാൻ. ഒന്നാമത്തെ ഭാഗം മർഹബൻ ബിക്കും യാ സയ്യിദി. യാ സയ്യിദി സർ. മർഹബൻ ബിക്കും നിങ്ങൾക്ക് സ്വാഗതം. അതിന് മറുപടിയായിട്ട് ഫൗസാൻ പറയുന്നു ഹയ്യാക്കുമുല്ലാഹ് വബയ്യാക്കും. അള്ളാഹു നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. പിന്നീട് ആ കുട്ടി ചോദിക്കുന്നത് ലൗ സമഹ്തും. ലൗ സമഹ്തും എന്ന് പറഞ്ഞാൽ ദയവായി, പ്ലീസ് എന്നാണ്. നർജു മസീദൻ മിന തഫാസീലി. നർജു ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു, മസീദൻ കൂടുതൽ, മിന തഫാസീലി വിവരങ്ങൾ, കൂടുതൽ വിവരങ്ങൾ അറിയാൻ ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു എന്നോ ആഗ്രഹിക്കുന്നു എന്നുള്ള ആശയമാണ്. അൻ ഹയാത്തിക്കും താങ്കളുടെ ജീവിതത്തെക്കുറിച്ച് കൂടുതൽ അറിയാൻ ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു അല്ലെ ആഗ്രഹിക്കുന്നു. അപ്പോൾ ഫൗസാൻ പറയാണ് തബ്അൻ ബികുല്ലി സുറൂർ. തബ്അൻ തീർച്ചയായും, ബികുല്ലി സുറൂർ വളരെ സന്തോഷം. അത് പറയുന്നതിന് സന്തോഷത്തോടു കൂടി അവൻ മറുപടി പറയുന്നു. അപ്പോൾ സ്കൂൾ ലീഡർ ചോദിക്കുകയാണ് അരീഫുൽ മദ്രസ മതാ തഖറജ്തും മിൻ ഹാസിഹിൽ മദ്രസ. മതാ എപ്പോഴാണ്, തഖറജ്തും നിങ്ങൾ പുറപ്പെട്ടത്, അതായത് സ്കൂളിൽ നിന്നും പുറത്തു പോയത്, പഠിച്ചതിന് ശേഷം സ്കൂളിൽ നിന്ന് പുറത്തു പോയത്. മിൻ ഹാസിഹിൽ മദ്രസ ഈ സ്കൂളിൽ നിന്ന്. ഈ സ്കൂളിൽ നിന്ന് എപ്പോഴാണ് നിങ്ങൾ പഠിച്ചിട്ട് പോയത്? ഫൗസാൻ പറയാണ് ഖബ്ല 10 സനവാത്ത്. ഖബ്ല മുമ്പ്,
അഷറ 10 സനവാത്ത് വർഷങ്ങൾ. ഇപ്പം 10 വർഷങ്ങൾക്ക് മുമ്പാണ്. അരീഫുൽ മദ്രസ ചോദിക്കുകയാണ്, മിൻ ഫളലിക്കും പ്ലീസ് ദയവായി ഉഫീദുന ബി അയ്യാമി ദിറാസത്തിക്കും ഉഫീദുന ഞങ്ങളുമായി പങ്കുവെക്കുമോ ബി അയ്യാമി ദിറാസത്തിക്കും നിങ്ങളുടെ പഠനകാലത്തെക്കുറിച്ച് ഞങ്ങളോട് അതിൻ്റെ ഓർമ്മകളൊക്കെ ഒന്ന് പങ്കുവെക്കാമോ? ഫൗസാൻ, കാനത്ത് തിൽക്കൽ അയ്യാമു മലീഅത്തൻ ബിത്തഹദ്ദിയാത്ത്. ആ ദിവസങ്ങൾ, കാനത്ത് തിൽക്കൽ അയ്യാം, തിൽക്ക ആ, അയ്യാം ദിവസങ്ങൾ, ആ ദിവസങ്ങളായിരുന്നു മലീഅത്തൻ നിറഞ്ഞതായിരുന്നു, ബിത്തഹദ്ദിയാത്ത് വെല്ലുവിളികൾ നിറഞ്ഞതായിരുന്നു. അപ്പോൾ അരീഫുൽ മദ്രസ ചോദിക്കുകയാണ്, മാഹിയ തഹദ്ദിയാത്ത് എന്തായിരുന്നു ആ വെല്ലുവിളികൾ? ഫൗസാൻ പറയാണ്, നശഅ്തു, നശഅ വളർന്നു, നശഅ്തു ഞാൻ വളർന്നു, യതീമൻ അനാഥനായിട്ടാണ് ഞാൻ വളർന്നത്, ഇഷ്തു ഞാൻ ജീവിച്ചു, മഅ ഉമ്മി ഉമ്മയോടൊപ്പം, ഫിൽ ഫഖറി ദാരിദ്ര്യത്തിലും, വൽ ഫാഖത്ത് പ്രയാസത്തിലും, ദാരിദ്ര്യവും പ്രയാസവും ഒക്കെ ആയിക്കൊണ്ടാണ് ഞാൻ എൻ്റെ ഉമ്മയോടൊപ്പം ജീവിച്ചത്. അപ്പോൾ അരീഫുൽ മദ്രസ, കൈഫ തഅല്ലബ്തും അലൈഹ, കൈഫ എങ്ങനെയാണ്, തഅല്ലബ്തും മറികടന്നത്, അതിജീവിച്ചത്, അലൈഹ അവയെ എങ്ങനെയാണ് താങ്കൾ കടന്നത് അല്ലെങ്കിൽ അതിജീവിച്ചത്? ഫൗസാൻ പറയാണ്, ഉമ്മി അൽ ഹനൂൻ എൻ്റെ വാത്സല്യനിധിയായ എൻ്റെ ഉമ്മ, സ്നേഹത്തോടെയുള്ള എൻ്റെ ഉമ്മ, കാനത്ത് ദഅമി അൽ വഹീദ്, ദഅം എൻ്റെ ഒരു പിൻബലം, എൻ്റെ ഒരു ശക്തി, കാനത്ത് ദഅമി അവരായിരുന്നു എൻ്റെ ശക്തി, അൽ വഹീദ് എൻ്റെ ഏക ശക്തി, ഏക പിൻബലം, സപ്പോർട്ട് അവരായിരുന്നു, ഹിയല്ലത്തി അവരാണ്, സാഅദത്നി എന്നെ സഹായിച്ചത്, ലിൽ മുവാജഹത്തി അഭിമുഖീകരിക്കാൻ അല്ലെങ്കിൽ നേരിടാൻ, അത്തഹദ്ദിയാത്ത് പ്രയാസങ്ങളെ അഭിമുഖീകരിക്കാനോ നേരിടാനുമൊക്കെ എന്നെ സഹായിച്ചത് എൻ്റെ ഉമ്മയാണ്. അരീഫുൽ മദ്രസ ചോദിക്കുകയാണ്, മാ നസീഹത്തുക്കും ലി ത്വലബ, മാ എന്താണ്, നസീഹത്തുക്കും താങ്കളുടെ ഉപദേശം, ലി ത്വലബ വിദ്യാർത്ഥികളോട് താങ്കൾക്ക് പറയാനുള്ള ഉപദേശം എന്താണ്? ഫൗസാൻ പറയാണ്, അലൈക്കും ബിൽ ജിദ്ദി വതാഅത്തിൽ വാലിദൈൻ, അലൈക്കും നിങ്ങളുടെ മേൽ നിർബന്ധമാണ്, നിങ്ങൾ എന്തായാലും ചെയ്യണം, ബിൽ ജിദ് കഠിനാധ്വാനം ചെയ്യണം, വത്വാഅത്ത് അനുസരിക്കണം, അൽ വാലിദൈൻ രക്ഷിതാക്കളെ മാതാപിതാക്കളെ അനുസരിക്കുകയും ചെയ്യണം. അപ്പം 2 സന്ദേശമാണ് കൊടുത്തിരിക്കുന്നത്. ഒന്ന് കഠിനാധ്വാനവും ചെയ്യണം, പിന്നെ മാതാപിതാക്കളെ അനുസരിക്കുകയും ചെയ്യണം. അപ്പോൾ അരീഫുൽ മദ്രസ പറയാണ്, ശുക്രൻ ജസീല വളരെയധികം നന്ദി. അപ്പോൾ ഫൗസാൻ അഫുവൻ, ശുക്രൻ പറയുമ്പോൾ നമ്മൾ മറുപടി പറയുന്നതാണ് അഫുവൻ, ഇംഗ്ലീഷിലാണെങ്കിൽ വെൽക്കം. ഇത്രയാണ് നമ്മുടെ ഈ ഒരു പാഠഭാഗത്ത് കൊടുത്തിരിക്കുന്നത്. ഇതിൽ നമുക്ക് ആദ്യത്തെ പ്രവർത്തനം വരുന്നത്, നുറാജിഉൽ ഹിവാറ വനസ്തഖ്രിജു മിൻഹുൽ അദവാത്തിൽ ഇസ്തിഫ്ഹാമിയ. നുറാജിഉൽ ഹിവാർ നമുക്ക് സംഭാഷണത്തിലേക്ക് പ്രവേശിക്കുക, വ നസ്തഖ്രിജു മിൻഹു അതിൽ നിന്ന് പുറത്തെടുക്കുക, അദവാത്തിൽ ഇസ്തിഫ്ഹാമിയ ചോദ്യവാക്കുകൾ, ചോദ്യവാക്കുകളാണ് നമുക്ക് പാഠഭാഗത്തു നിന്നും എടുക്കേണ്ടത്. അപ്പോൾ ഇതിൽ എല്ലാ ചോദ്യങ്ങളും ചോദിച്ചത് നമ്മുടെ അരീഫുൽ മദ്രസയാണ്. എവിടെ മുതലാണ് അരീഫുൽ മദ്രസയുടെ ചോദ്യം തുടങ്ങുന്നത്? ആദ്യം അരീഫുൽ മദ്രസ സ്വാഗതം പറഞ്ഞു, രണ്ടാമത് പറഞ്ഞു നിങ്ങളുടെ ജീവിതത്തെക്കുറിച്ച് ഞങ്ങൾക്ക് അറിയാൻ ആഗ്രഹമുണ്ട് എന്ന് പറഞ്ഞു. അതിനുശേഷം മൂന്നാമത്തെ സംഭാഷണം, അരീഫുൽ മദ്രസയുടെ മൂന്നാമത്തെ സംഭാഷണം മുതലാണ് ചോദ്യം വരുന്നത്. ഒന്നാമത്തെ ചോദ്യം ചോദിക്കുന്നത്, മത്താ തഖറജതും മിൻ ഹാസിഹിൽ മദ്രസ, നിങ്ങൾ എപ്പോഴാണ് ഈ സ്കൂളിൽ നിന്നും പുറത്തേക്ക് പോയത്? അപ്പോൾ അറബിയിൽ ക്വസ്റ്റ്യൻ വേർഡ് അദവാത്തുൽ ഇസ്തിഫ്ഹാമിയ എന്നാണ് ചോദ്യവാക്കുകൾക്ക് പറയാം. ഈ അദവാത്തുൽ ഇസ്തിഫ്ഹാമിയ എപ്പോഴും ആ
വാക്യത്തിൻ്റെ ജുംലയുടെ തുടക്കത്തിലാണ് ഉണ്ടാവുക. ഇതിലെ തുടക്കത്തിലുള്ള വാക്ക് മത്താ, എപ്പോൾ. ഒരു അദവാത്തുൽ ഇസ്തിഫാമിയ നമ്മൾ കണ്ടുപിടിച്ചു, അതാണ് മത്താ. പിന്നീട് അരീഫുൽ മദ്രസ ചോദിക്കുന്ന മറ്റൊരു ചോദ്യമാണ് മാഹിയ തഹദ്ദിയാത്ത്, എന്തായിരുന്നു ആ വെല്ലുവിളികൾ. അവിടെ എന്ത് എന്നാണ് ചോദ്യം വരേണ്ടത് അല്ലെ. എന്തായിരുന്നു വെല്ലുവിളികൾ എന്ന് പറയുമ്പോൾ എന്ത് എന്നാണ്. അപ്പോൾ ആ സെന്റൻസിലുള്ള ആ ജുംലയിലുള്ള ഒന്നാമത്തെ വാക്കിലേക്ക് നമ്മൾ നോക്കിയാൽ മാ എന്ന് കാണാം. മാ, എന്ത്. നമ്മൾ രണ്ടെണ്ണം കണ്ടുപിടിച്ചു. ഒന്നാമത്തത് മത്താ, എപ്പോൾ. രണ്ടാമത്തത് മാ, എന്ത്. പിന്നീട് നമ്മുടെ അരീഫുൽ മദ്രസ ചോദിക്കുകയാണ് കൈഫ തഅല്ലബ്തും അലൈഹ, എങ്ങനെയാണത് അതിജീവിച്ചത്, മറികടന്നത്. ആ സെന്റൻസിൽ ആ ജുംലയിൽ തുടക്കത്തിൽ വന്ന വാക്കാണ് കൈഫ, എങ്ങനെ. കൈഫ. അപ്പോൾ 3 അദവാത്തുൽ ഇസ്തിഫാം നമ്മളിവിടെ കണ്ടുപിടിച്ചു. മാ, എന്ത്. മത്താ, എപ്പോൾ. കൈഫ, എങ്ങനെ. വീണ്ടും അരീഫുൽ മദ്രസ ചോദിക്കുകയാണ് മാ നസീഹത്തുക്കും ലിത്വലബ, വിദ്യാർത്ഥികൾക്ക് താങ്കൾക്ക് നൽകാനുള്ള ഉപദേശം എന്താണ്. അവിടെയും മാ എന്ന് തന്നെയാണ് തുടങ്ങിയിരിക്കുന്നത്. എന്ത്, അത് നേരത്തെ നമ്മൾ എടുത്തതായതുകൊണ്ട് വീണ്ടും നമ്മൾ അതിനെ എഴുതുന്നില്ല. പക്ഷെ 3 അദവാത്തുൽ ഇസ്തിഫാമിയയാണ് ഈ ഹിവാറിൽ നമുക്കുള്ളത്. മാ, എന്ത്. മത്താ, എപ്പോൾ. കൈഫ, എങ്ങനെ. തൊട്ട് താഴെയുള്ള പ്രവർത്തനത്തിലേക്ക് പോകാം. ഇവിടെ ഒരു ടാബിൾ കൊടുത്തിട്ടുണ്ട് അല്ലേ. നുറാജിഉൻ നസി, പാഠഭാഗത്തിലേക്ക് മടങ്ങാം. വനുക്മിലുൽ ഫറാ കമാഫിൽ മിസാൽ, എന്നിട്ട് ഉദാഹരണത്തിൽ തന്ന പോലെ ഇതിനെ താഴെയുള്ള വാക്കുകളെ മാറ്റി എഴുതുകയാണ് വേണ്ടത്. ഒന്നാമത്തെ വരിയിലാണ് നമുക്ക് ഉദാഹരണം കൊടുത്തിരിക്കുന്നത്. അമില, അവൻ ചെയ്തു. അർത്ഥം വരുന്നത് അങ്ങനെയാണ് അല്ലേ. ഫിഅൽ മാദിയാണ്. അമില, അവൻ ചെയ്തു. അമിലത്ത്, അവൾ ചെയ്തു. പെണ്ണ് ആണ് ചെയ്യുന്നതെങ്കിൽ മുഅന്നസ് ആക്കുമ്പോൾ അവസാനത്തിൽ ത് എന്നാണ് ചേർക്കേണ്ടത്. അമിൽത്ത, നീ ചെയ്തു. അതും അൻത എന്നതിൻ്റെ താ ആണത്. അപ്പോൾ നീ ഒരാൺകുട്ടി ചെയ്തു എന്നാണ് അർത്ഥം വരിക. അമിൽത്തു, ഞാൻ ചെയ്തു. അപ്പം 4 രീതിയിലുള്ള ഫിഅൽ മാദിയുടെ 4 രൂപങ്ങളാണ് നമ്മൾ നോക്കുന്നത്. അമില, അവൻ ചെയ്തു. അമിലത്ത്, അവൾ ചെയ്തു. അമിൽത്ത, നീ ചെയ്തു. നീ ഒരാൺകുട്ടി ചെയ്തു. അമിൽത്തു, ഞാൻ ചെയ്തു. ഇതുപോലെ താഴെയുള്ളതിനെ നമുക്ക് മാറ്റണം. രണ്ടാമത്തെ ഒരു പദം തന്നിരിക്കുന്നത് സഅലത്ത് എന്നാണ്. അപ്പം അതിൻ്റെ ഒന്നാമത്തെ ബോക്സിലേക്ക് കൊടുക്കേണ്ടത് സഅല, സഅലത്ത്. സഅൽത്ത, സഅൽത്തു, ചോദിച്ചു. സഅല എന്ന് പറഞ്ഞാൽ ചോദിച്ചു എന്നാണ് അർത്ഥം. മൂന്നാമത്തതിൽ ലാഹൽത്ത എന്നതാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ തുടക്കം മുതൽ എഴുതാം. ലാഹവ, ലാഹലത്ത്, ലാഹൽത്ത, ലാഹലത്തു, നോക്കി എന്നാണ് അർത്ഥം. അടുത്തതിൽ ഇബ്തസംതു എന്നാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ തുടക്കം മുതൽ വരാം. ഇബ്തസമ, ഇബ്തസമത്ത്, ഇബ്തസംത, ഇബ്തസംതു, പുഞ്ചിരിച്ചു എന്നാണ് അർത്ഥം. അടുത്തത് കാല എന്നതാണ് വരുന്നത്. കാല, കാലത്ത്. പിന്നെ വരുന്നതിൽ ചെറിയൊരു വ്യത്യാസമുണ്ട്. കുൽത്ത, നീ പറഞ്ഞു എന്നുള്ളതിന് കുൽത്ത എന്നാണ് പറയുക. അതുപോലെ ഞാൻ പറഞ്ഞു എന്നുള്ളതിന് കുൽത്തു. അടുത്തത് തഹറജ്തു എന്നാണ് കൊടുത്തിരിക്കുന്നത്. ആദ്യം മുതൽ വരാം. തഹറജ, തഹറജത്ത്, തഹറജത്ത, തഹറജത്തു, പുറത്തിറങ്ങി, പുറപ്പെട്ടു എന്നൊക്കെയാണ് അർത്ഥം വരുന്നത്. ഇതേപോലെ മറ്റൊരു ഗ്രാമർ ഭാഗമാണ് അടുത്ത പേജിൽ 16ാമത്തെ പേജിൽ കൊടുത്തിരിക്കുന്നത്. ബോക്സ് വളരെ വിശദമായ ബോക്സ് കൊടുത്തിട്ടുണ്ട്. ഒന്നാമത്തേൽ കൊടുത്തിരിക്കുന്നത് അൽ ജിൻസ്, മുസക്കർ എന്നാൽ പുല്ലിംഗം അല്ലെ, മെയിൽ. മുഅന്നസ് എന്ന് പറഞ്ഞാൽ സ്ത്രീലിംഗം, ഫീമെയിൽ ആയിട്ട് വരുമ്പോൾ. ഈ 2 രീതിയിലാണ് വരുന്നത്.
അപ്പോൾ മുസക്കറാണ് ഫഅല ഒരാൾ ചെയ്തു, ഫഅല രണ്ടാൾ ചെയ്തു, ഫഅലു മൂന്നാൾ ചെയ്തു. അടുത്ത വരി മുഅന്നസാണ്. അതേ അർത്ഥം തന്നെ. ഫഅലത്ത് ഒരു സ്ത്രീ ചെയ്തു, ഫഅലത്താ രണ്ട് സ്ത്രീകൾ ചെയ്തു, ഫഅൽന ഒരുപാട് സ്ത്രീകൾ ചെയ്തു. സ്ത്രീകളെന്നോ പെൺകുട്ടികളെന്നോ എങ്ങനെയും കൊടുക്കാം. വീണ്ടും അടുത്ത വരി വരുന്നത് മുസക്കറാണ്, പുരുഷനായിട്ടാണ്. ഫഅൽത നീ ഒരു പുരുഷൻ ചെയ്തു, അല്ല ഒരു ആൺകുട്ടി ചെയ്തു. ഫഅൽതുമാ നിങ്ങൾ രണ്ട് പുരുഷന്മാർ ചെയ്തു. ഫഅൽതും നിങ്ങൾ കുറേ പുരുഷന്മാർ ചെയ്തു. അതിൻ്റെ തന്നെ മുഅന്നസ്. ഫഅൽതി നീ ഒരു സ്ത്രീ ചെയ്തു. ഫഅൽതുമാ നിങ്ങൾ രണ്ട് സ്ത്രീകൾ ചെയ്തു. ഫഅൽതുന്ന നിങ്ങൾ കുറേ സ്ത്രീകൾ ചെയ്തു. അടുത്തത് രണ്ട് രീതി മാത്രമേ ഉള്ളൂ. ഫഅൽതു ഞാൻ ചെയ്തു, ഫഅൽന ഞങ്ങൾ ചെയ്തു. രണ്ടാൾ ചെയ്താലും മൂന്നാൾ ചെയ്താലും ഒക്കെ ഫഅൽനാന്ന് തന്നെയാണ് വരിക. അത് മുസക്കറായാലും മുഅന്നസ് ആയാലും ഒരേപോലെയാണ് വരുന്നത്. ഫഅൽതു ഫഅൽന. ഈ രൂപത്തിൽ താഴെയുള്ള സഹബ എന്നുള്ള ബോക്സ് നമ്മൾ പൂരിപ്പിക്കണം. നന്നായി മുകളിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ വളരെ സിമ്പിളാണ്. സഹബ, സഹബാ, സഹബൂ, സഹബത്ത്, സഹബത്താ, സഹബ്ന, സഹബ്ത, സഹബ്തുമാ, സഹബ്തും, സഹബ്തി, സഹബ്തുമാ, സഹബ്തുന്ന, സഹബ്തു, സഹബ്ന, സഹബ്ന, സഹബ്തു, സഹബ്ന, സഹബ്ന. വളരെ സിമ്പിളാണ്. ഇത് മാത്രം ഓർമ്മിച്ച് വെക്കുക. ഒന്നാമത്തെ വരി മുസക്കറാണ്, രണ്ടാമത്തത് മുഅന്നസ്. വീണ്ടും മുസക്കർ, വീണ്ടും മുഅന്നസ്, വീണ്ടും മുസക്കർ, വീണ്ടും മുഅന്നസ്. ഈ രീതിയിലാണ് പോകുന്നത്. അത് വരികളിൽ വരുമ്പോൾ ഒന്നാമത്തത് സിംഗുലറാണ്, മുഫ്രദാണ്, ഒരാളാണ്, ഏകവചനം. രണ്ടാമത്തത് വരുന്നത് മുസന്ന, ദ്വിവചനം. മൂന്നാമത് വരുന്നത് ജംഅ്, ബഹുവചനം. ഈ രീതിയിലാണ് ഈ ഗ്രാമർ പോകുന്നത്. ഇൻഷാ അല്ലാഹ് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാകും. ഏതെങ്കിലും സംശയമുണ്ടെങ്കിൽ മക്കൾ കമൻറ്റിൽ ചോദിക്കുക. ഇൻഷാ അല്ലാഹ്. ഇലൽ ലിഖാ, മഅസ്സലാം. അസ്സലാമു അലൈക്കും.